ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിച്ച് അതിൽ നിന്നും ആഴമേറിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടണം. പാപങ്ങളിൽ നിന്നും ഉള്ള രക്ഷ, അതാണ് നമ്മുടെ വിഷയം. ഏറ്റവും ഉയർന്നതും ആഴമേറിയതും ജീവിതത്തെ തന്നെ വലിയ മാറ്റത്തിന് ഉദഗീതമായ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. പൂർവകാലങ്ങളിൽ ദൈവത്തെ അറിയാത്ത ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. അന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും പാപങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ദൈവം നമുക്ക് നൽകുകയും ചെയ്തു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. നമ്മുടെ സഭകളിൽ, നമ്മുടെ ദേശത്ത് വളരെ പ്രധാനമായിരിക്കുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് രക്ഷ എന്നുള്ളത്. ഇത് നമുക്കറിയാം. യേശുവിൻ്റെ ജനനത്തിൽ കർത്താവിൻ്റെ ദൂതൻ യോസേഫിനോട് പറയുകയാണ്. ഇതിൻ്റെ സന്ദർഭം നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ ജനനം അതിൻ്റെ 18-ാം വാക്യം മുതൽ ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ താന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ നനച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പറയുന്ന കാര്യങ്ങളാണ് 20, 21, 22 വാക്യങ്ങൾ. കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യോസേഫിനോട് പറയുകയാണ്, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളുടെ മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ആരാണ്? ലോകരക്ഷകനാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാനും നിങ്ങളും സേവിക്കുന്ന യേശു കർത്താവ് ലോകരക്ഷിതാവാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നാം ഒരിക്കൽ രക്ഷാനുഭവം പ്രാപിച്ചു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. എന്നാലും ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. എങ്കിലും വളരെ ശക്തമായി ഈ വചനത്തിൻ്റെ ആഴം ഞാൻ പറയട്ടെ,
പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേർ ഇടണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം ബൈബിൾ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? രക്ഷ എങ്ങനെയാണ്? കർമ്മമാർഗത്താലല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 27-ാം വാക്യം, ഏത് മാർഗത്താൽ, എങ്ങനെയാണ്, ഏത് മാർഗത്താൽ ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കും, രക്ഷപ്പെടുവാൻ സാധിക്കും? അതെ, പ്രൈസ് ദി ലോർഡ്. കർമ്മമാർഗത്താലല്ല, ആമേൻ, വിശ്വാസ മാർഗത്താലാണ്. വിശ്വാസ മാർഗത്താലാണ്. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അവിടെ 3 മാർഗങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കർമ്മമാർഗം. കർമ്മമാർഗത്താൽ സ്വയപ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. 2 വിശ്വാസമാർഗം. നാം വിശ്വാസമാർഗത്തിലാണ്. റോമർ 3-ന്റെ 16-17 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വയപ്രവൃത്തികൾ കൊണ്ട് ഒരു വ്യക്തിക്കും രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. ആത്മരക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവത്തെ അറിയാതെ, ക്രിസ്തുവിനെ അറിയാതെ ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് എന്നാൽ കർത്തൃത്വം നടത്തുന്ന ദൈവം. ഇന്നു മുതൽ ഇതുവരെയും ഞാൻ ലോകത്തിന് വേണ്ടി ജീവിച്ചു, എനിക്കായി ജീവിച്ചു, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു. ഇന്നു മുതൽ ഞാൻ യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങനെ നാം ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. രക്ഷാ നിർണയം പ്രാപിക്കേണ്ടതിന് വായുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഏറ്റ് പറയേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രക്ഷാനുഭവം പ്രാപിച്ചവരായ നാം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ കാലം നമ്മുടെ ജീവിതത്തെ, ആമേൻ, പാപജീവിതത്തിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ തന്നു. എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്? രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ്. ദൈവത്തിന്റെ കൃപയും രക്ഷയും ഒന്നിനോട് ചേർന്നിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അതിക്രമം, പാപം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ജഡമോഹങ്ങൾ, മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. എന്നാൽ കരുണാസമ്പന്നനായ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്.
കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മരക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിനാൽ. ആ വിശ്വസിക്കുന്നതിനാലാണ് നമുക്ക് രക്ഷാനിർണയം ലഭിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർമ്മമാർഗത്താൽ അല്ല, വിശ്വാസ മാർഗത്താൽ. യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ, ദൈവത്തിന്റെ കൃപയാൽ, ആ കൃപയാലാണ് യേശുവിനെ നാം അറിഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം യേശുവിന്റെ ശിഷ്യനായ ലൂക്കോസ് വളരെ വ്യക്തമായി താൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, യേശുവിന്റെ കൂടെ നടന്ന, യേശുവിന്റെ കൂടെ ആയിരുന്ന ലൂക്കോസ് എഴുതിയിരിക്കുകയാണ്. അതിന്റെ 11 മുതൽ നാം വായിക്കുമ്പോൾ, 10 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് രക്ഷ ലഭിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആമേൻ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം കൂടെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമായതിനാൽ ഞാനത് വായിക്കുന്നു. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ദൈവവചനത്താൽ കേൾവി, ദൈവവചനത്തിന്റെ കേൾവിയാൽ വിശ്വാസം വന്ന് വിശ്വാസത്താൽ യേശുവിനെ നാം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. 30-ാം വാക്യം, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തു നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ രക്ഷാനിർണയം പ്രാപിച്ചില്ല എങ്കിൽ ഈ സമയം, കർത്താവേ, ഇതുവരെ ഞാൻ പാപിയായ ഒരു മനുഷ്യനാൾ, ഇന്നു മുതൽ എൻ്റെ ജീവിതം നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു സമർപ്പിത മനോഭാവത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായി രക്ഷിക്കപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.